ഈ പ്രായമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പ്രായമായില്ലേ അതിൻ്റെ ആയിരിക്കും. അതായത് ഇപ്പൊ ചെറിയ ഓർമ്മക്കുറവ്, കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ഓർമ്മക്കുറവുണ്ടെങ്കിൽ ചിലർ മൈൻഡ് ചെയ്യില്ല, പ്രായമൊക്കെ ആയില്ലേ എന്ന് പറയും. അതുപോലെ ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം വളരെ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ പ്രായമായവർ ഇഗ്നോർ ചെയ്ത് കളയുന്ന ക്യാൻസറിന്റെ ലക്ഷണമാകാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രായത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അവഗണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ പ്രായമാകുമ്പോഴേ അതിൻ്റെ ആക്ച്വലി വിഷമം മനസ്സിലാവുള്ളൂ. കാരണം ഈച്ച് സിംറ്റം അവരുടെ, കാരണം എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടാനും ബെറ്റർ ആകാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ, ക്വാളിറ്റി ഓഫ് ലൈഫിനുള്ളത്. അതെ. അപ്പം എല്ലാം പ്രായത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആക്ച്വലി ഒഴിവാക്കുന്നത് വലിയൊരു തെറ്റാണ്. കാരണം ഇന്നത്തെ കാലത്ത് മെഡിക്കൽ സയൻസ് ഒരുപാട് പുരോഗമിച്ചു. എല്ലായിടത്തും ആക്ച്വലി നല്ല ഹോസ്പിറ്റൽസും അതിൻ്റെ ചികിത്സ എല്ലാം ഉണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണല്ലേ. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ പെയിൻ അല്ലേ. കാരണം പെയിൻ അല്ലാതെ നടുവേദനയൊക്കെ ഉണ്ടാവും, പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മൾ എല്ലായിടത്തും പറയുന്നത് കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഇത് മിക്ക ആൾക്കാർക്കും, പ്രായമുള്ള ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് മെഡിസിനും ഉണ്ട്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക, ചെക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറെ കാണുക. ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണേണ്ട ആവശ്യമില്ല, അവർ ഒരു ഫിസിഷ്യനെ കാണുക, ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയും. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പെയിൻ എന്നുള്ളത്, പെയിൻ കാരണം ബാക്ക് പെയിൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. അല്ല, കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചിലപ്പം ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ മൈലോമ എന്ന് പറഞ്ഞ ഒരു മജ്ജയിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, അത് ബാക്ക് പെയിൻ ആകാം. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു കോമൺ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. മിക്ക ആൾക്കാരും മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്തെങ്കിലും മെഡിസിൻ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ പൈൽസ് ആണെന്ന് വിചാരിക്കും. കാരണം അങ്ങനെ പൊടിക്കൈകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതും ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ആകാം. അല്ല, കാരണം കോൺസ്റ്റിപ്പേഷൻ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. അല്ലെങ്കിൽ ശരിക്കും മലത്തിക്കൂടെ രക്തം പോകുന്ന ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. അപ്പോൾ ഇതൊക്കെ മിക്കവരും പൈൽസ് എന്ന് പറഞ്ഞ് യൂഷ്വലി അവർ സെൽഫ് മെഡിക്കേഷൻ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ പ്രശ്നമാണ്. അതേപോലെ സ്ത്രീകളിൽ ബ്ലീഡിങ് വരാം. അതായത് പ്രായ സ്ത്രീകളിൽ പീരീഡ്സ് ഒക്കെ സ്റ്റോപ്പായി കഴിഞ്ഞ് ബ്ലീഡിങ് വരാം. അവർ ചിലപ്പം അത് ആക്ച്വലി പറയാനുള്ള മടി കൊണ്ട് പറയില്ല. പക്ഷേ അത് എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭപാത്ര ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം, അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രായമാകും തോറും ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഒരു 70 to 90 ആണല്ലോ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ ക്യാൻസർ പോലെ രോഗം വന്നാലും അത് മരിക്കാനൊരു കാരണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. ആസ് എ ഡോക്ടർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ആസ് എൻ ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ജെറിയാട്രിക് ഓങ്കോളജി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വി ആർ നോട്ട് ആഡിങ് ആക്ച്വലി ഇയേഴ്സ് ടു ലൈഫ്. നമ്മൾ 1-2 വർഷം കൂടി കൂടുതൽ ആരോഗ്യಕ್ಕೆ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. വി ആർ ഗിവിങ് ലൈഫ് 2 years. ക്വാളിറ്റിയിൽ ജീവിക്കുക എന്നുള്ളതാണ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈവൻ ഒരു ക്യൂറബിൾ ക്യാൻസർ അല്ലെങ്കിൽ പോലും, സ്റ്റേജ് 4 ആണെങ്കിൽ പോലും, നമ്മുടെ ആക്ച്വലി ചികിത്സയും കൊണ്ട് ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ആഡിങ് ലൈഫ് 2 years ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മളൊരാൾക്ക് ക്യാൻസർ വന്നു, ഈവൻ സ്റ്റേജ് 4 ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ ചികിത്സ വേണ്ടാന്ന് അങ്ങ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അതിന് മുമ്പ് ഒരു അസസ്മെൻറ്റ് ചെയ്യണം. ആ അസസ്മെൻറ്റ് ചെയ്തിട്ട് എല്ലാ പേഷ്യൻറ്റിനെയും ചികിത്സിക്കാനല്ല ഞാൻ പറയുക. ഇപ്പം എല്ലാ ക്യാൻസർ പേഷ്യൻറ്റിനെയും പ്രായമാണെങ്കിലും ചികിത്സിക്കാൻ വേണ്ടിയല്ല ഇത്. ശരിക്കും ചികിത്സ വേണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസസ്മെൻറ്റ്. നമ്മുടെ അസസ്മെൻറ്റ് കഴിയുമ്പോൾ, ഇപ്പം മേ ബി ഒരു 62 വയസ്സുള്ള ആൾക്ക് നമ്മുടെ അസസ്മെൻറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഏജ് മേ ബി 75 ആയിരിക്കാം. കാരണം മസിൽ വേസ്റ്റിംഗ് ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ ആൾക്ക് ചികിത്സ വേണ്ടാന്ന് ഡിസൈഡ് ചെയ്യാനും ഈ അസസ്മെൻ്റ് ആണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുക. അപ്പം നമ്മളെല്ലാവരെയും ചികിത്സിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ആർക്ക് ചികിത്സ വേണ്ട എന്ന് നമുക്ക് ഒരു ഡിസിഷൻ എത്താനും ഈ അസസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ അസസ്മെന്റ് ആസ് എൻ ഓങ്കോളജിസ്റ്റ് സർ എടുക്കുന്നതാണല്ലോ. ഇതൊരു ടീം വർക്കാണ്. ഇതൊരിക്കലും ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ടീം വർക്ക്. ഇപ്പോൾ ഞങ്ങളുടെ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ ആദ്യം ഓങ്കോളജിസ്റ്റ് കാണും. ദെൻ ക്യാൻസറിൻ്റെതായ ടെസ്റ്റുകളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിൻ്റെ സ്റ്റേജ് അറിയാനുള്ള സ്കാനിങ്, ബയോപ്സി എല്ലാം ഒരുപോലെ. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ജെറിയാട്രിക് ഓങ്കോളജിയുടെ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ടീം അവരെ കാണും. ഞങ്ങളുടെ കൂടെ ജെറിയാട്രിഷ്യൻ ഉണ്ടാവും. കാരണം ആ ടീമാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അസുഖങ്ങൾ, ഫിറ്റ്നസ് ഒക്കെ നോക്കുക. സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഡയറ്റീഷ്യൻ ഉണ്ട്, കാരണം അവരുടെ ഫുഡ് ഇൻടേക്ക് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരായിരിക്കും നോക്കുക.
ഫിസിയോതെറാപ്പി ഉണ്ട്, ദെൻ ഈ പറഞ്ഞ മസിൽ വേസ്റ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാൻ എന്താ ചെയ്യണ്ടേ, ദെൻ വാക്സിനേഷൻ, പ്രായമായവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള വാക്സിനേഷൻസ് ഉണ്ട്, ദെൻ മെമ്മറി ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പം എല്ലാ കാര്യങ്ങളുമാണ് ടീം വർക്ക്. കാരണം ജെറിയാട്രിക് ഓങ്കോളജി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവരെല്ലാവരും കൂടെ കണ്ടിട്ട് നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം, ആളുടെ മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം, ദെൻ ആളുടെ മൂഡൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൗൺസിലിങ്, ഇതെല്ലാം ഒരുമിച്ചായിരിക്കും പോവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് ആക്ച്വലി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മാത്രമുള്ളൊരു ഫെസിലിറ്റി ആണോ അതോ എല്ലാ ഹോസ്പിറ്റൽസിലും എങ്ങനെയാണോ? നമ്മുടെ കേരളത്തിൽ ഇപ്പം മെഡിക്കൽ ട്രസ്റ്റിൽ മാത്രമേ ജെറിയാട്രിക് ഓങ്കോളജി പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട്. ആക്ച്വലി ഇന്ത്യയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് മുംബൈയിൽ. ഇന്ത്യയിൽ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലാണ്. നമ്മൾ 2022 സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിനുവേണ്ടി സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. ഇപ്പോഴും കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഈ ഒരു സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, പ്രായമുള്ള ആളുകൾക്ക് ഇതുപോലെ ഇപ്പൊ ക്യാൻസർ പോലെ അത്യാവശ്യം ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ക്രോണിക് പ്രശ്നം വരുമ്പോൾ മക്കൾ ഈ പറഞ്ഞാൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ പറയാ ഇനി അങ്ങനെ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, പ്രത്യേകിച്ച് കീമോ പോലെ റേഡിയേഷൻ പോലെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അവർക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൊണ്ടായിരിക്കും. സാർ ഇത് ഫേസ് ചെയ്യാറുണ്ടോ ഓൺ ഡെയിലി ബേസിസ് ഇങ്ങനെ പേഷ്യൻസ് വരുമ്പോൾ? എല്ലാ ദിവസവും ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ പ്രാക്ടീസിൽ എല്ലാ ദിവസവും ഇങ്ങനെയാണ് കാണുന്നത്. യൂഷ്വലി ആദ്യം കാരണം ഒരു പ്രായമായ ആൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ആദ്യം യൂഷ്വലി പേഷ്യൻ്റ് റിലേറ്റീവ്സ് ആയിരിക്കും നമ്മളെ കാണാൻ വരിക. അപ്പം അവർ ചിലപ്പോൾ അവർ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും, അതായത് എൻ്റെ അച്ഛനല്ലേ അമ്മയ്ക്ക് ചികിത്സ വേണ്ട എന്ന്. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴാണ് ആക്ച്വലി അതിനകത്തെ തമാശ. അപ്പം ആദ്യം ചോദിക്കും എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, അതായത് അമ്മയ്ക്കല്ലേ അച്ഛന് പ്രായമായി. എത്രയാ വയസ്സെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി 65 വയസ്സ്. നമുക്കറിയാം അതൊന്നൊരു പ്രായമല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ ആൻസർ ആയിരിക്കും അമ്മയ്ക്കും അച്ഛനും പല അസുഖങ്ങളുണ്ട്. എന്താ അസുഖങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ ഉണ്ട് എന്ന് പറയും. പക്ഷെ ഇതൊക്കെ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പം അതൊന്നും ഇന്നത്തെ കാലത്തൊരു വലിയ ഇഷ്യൂ അല്ല. പിന്നെ തേർഡ് ആയിട്ടുള്ള റീസൺ അവർ പറയുന്നതാണ്, ഇത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും, അതുകൊണ്ട് അവരെ അറിയിക്കേണ്ട എന്ന് പറയും. ഇതാണ് യൂഷ്വലി സംഭവിക്കാറ്. മിക്കപ്പോഴും ഡിസ്കഷന് റെഡി ആവുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാറുണ്ട്. ഇതല്ല ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവരെ അസസ് ചെയ്യണം, എന്നിട്ടൊരു ഡിസിഷനിൽ എത്തുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുമായിട്ട് ആളുകൾ വന്നാലും നിങ്ങളിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതിൽ പറഞ്ഞ തേർഡ് പോയിന്റ് ഉണ്ടല്ലോ, അതായത് ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്, ചിലപ്പോൾ അവർക്ക് ഈ ന്യൂസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറയാം. അങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ മീറ്റ് ചെയ്ത് അവർ പക്ഷേ അത് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത കേസസ് ഉണ്ടോ? ഒരു 80 to 90% അവർ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക കാണാറ്. അത് ഭയങ്കര ഒരു ഐറണിയാണത്. കാരണം നമ്മൾ ഇവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പേരൻസ് എല്ലാവരും അതിനെ കൂടുതൽ മെച്യൂരിറ്റിയോടെ കാണുക ചെയ്യുക. ഇന്നൊരു അസുഖമുണ്ട്, അതിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും നന്നായിട്ട് എടുക്കും. അപ്പോൾ അതുപോലുള്ളവർ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും അവർക്ക് നല്ല റിസൾട്ട് കിട്ടാനും കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് മിക്കപ്പോഴും ഇവരിന്ന് മറച്ചു വെക്കുകയും നമുക്ക് പ്രോപ്പർലി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോഴാണ് എപ്പോഴും മോശം റിസൾട്ട് കിട്ടാറ്. മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരൻസൊക്കെ നമ്മളെക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളവരും മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ടും അവരിൽ നിന്ന് മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. കാരണം അവർ ഇൻ കേസ് അവർ എന്താണെങ്കിലും ഇൻ ദ ഡ്യൂ കോഴ്സ് അവർ അറിയും. അത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളോടുള്ള ട്രസ്റ്റും പോവും, ഫാമിലിയോടുള്ള ട്രസ്റ്റും പോവും, അവർ ഡിപ്രഷനിലോട്ട് പോകാം. അപ്പോൾ അതിനേക്കാൾ നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെ കൂടെ ഇപ്പം അസുഖത്തിൻ്റെ എല്ലാ തീവ്രതയും അവരോട് പറയണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ അസുഖം ഇതാണെന്നും ഇതിന് ആക്ച്വലി ചികിത്സയുണ്ടെന്നും അവരുടെ അടുത്ത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിനൊരു രീതിയുണ്ട്, അത് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിന് അത് ആക്ച്വലി അവർ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പം ഈ ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അതിൽ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ജെറിയാട്രിക് ഓങ്കോളജിക്ക് നോർമൽ ഓങ്കോളജിയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകളുണ്ട് എന്ന്. അതിൽ ഈ ആറ്റിറ്റ്യൂഡ്, അതായത് ചുറ്റുമുള്ള ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെയും അതുപോലെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡ് ഒഴിച്ചാൽ ബാക്കിയുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ബാക്കിയുള്ള റിസ്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം ഒന്ന് അസസ് ചെയ്യും.
അതിന് ജെറിയാട്രിക് അസസ്മെൻ്റ് എന്നാണ് പറയുക. അത് കഴിഞ്ഞ് ഈ പേഷ്യൻറ്റിന് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ ചികിത്സ ചെയ്താൽ പേഷ്യൻറ്റിന് വരാൻ സാധ്യതയുള്ള റിസ്ക് എഗെയിൻ അസസ് ചെയ്യും. നമ്മൾ സർജറി ആണെങ്കിൽ സർജറിക്ക് ശേഷം പേഷ്യൻ്റ് ഇഷ്യൂസ് കോംപ്ലിക്കേഷൻസ് വരാൻ കൂടുതൽ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കീമോ ആണെങ്കിൽ കീമോ കഴിയുമ്പം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ. അപ്പോൾ നമുക്ക് റിസ്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞങ്ങളത് ഒഴിവാക്കാനാണ് പറയുക. ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആണെങ്കിൽ ഞങ്ങളത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ലോഡ് ആക്ച്വലി ഈ പറഞ്ഞ റിസ്ക് ലോ ആണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും മുമ്പോട്ട് പോകാമെന്നാണ് കാണിക്കുന്നത്. അപ്പം അതിനൊക്കെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ അത് കീമോതെറാപ്പി തന്നെ ആണെങ്കിലും നമുക്ക് ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂഷ്വൽ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന പോലെ തന്നെ ചികിത്സിക്കാം. അല്ലെങ്കിൽ മീഡിയം റിസ്ക് ആണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ നമുക്ക് ഡോസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു 50% ഡോസ്, അതെ അതെ, അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഹൈ റിസ്ക് ആണെങ്കിൽ ഞങ്ങൾ സർജറി ആക്ച്വലി ഒഴിവാക്കാറുണ്ട്. ദെൻ കീമോ ഒഴിവാക്കാറുണ്ട്. പിന്നെ കീമോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ രീതിയിലുള്ള ചികിത്സകളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സകളുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. അപ്പോൾ അത് ഏതാണ് ഈ പേഷ്യൻറ്റിന് പറ്റുക നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അതിനൊക്കെ ഈ ഒരു അസസ്മെന്റ് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാദ്യം പേഷ്യന്റ് റെഡി ആവണമെന്നുള്ളതാണ്. പ്രായമായ ആളുകൾക്ക് ഇപ്പൊ നമ്മള് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറേയും കൂടെ ചെറുപ്പക്കാരേക്കാൾ എളുപ്പമാണെന്ന് പറഞ്ഞാൽ അവർ കുറേയും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകളാണെന്ന്. അങ്ങനെയുള്ള ആളുകളുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിയുമ്പോഴേ ഇവർ കൂടുതലും ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് പോകുന്നത് അവർ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. കാരണം പ്രാർത്ഥന അല്ലെ ആത്മവിശ്വാസം ഇതെല്ലാം ട്രീറ്റ്മെന്റ് സക്സസ് ആകാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അവരുടെ ആറ്റിറ്റ്യൂഡിന് ഒരു റോൾ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പേഷ്യന്റ് വരുമ്പം പല പ്രശ്നങ്ങളായിട്ടായിരിക്കും വരുന്നത്. ആക്ച്വലി നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, പെയിൻ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ ഈ ജെറിയാട്രിക് അസസ്മെന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. കാരണം അവരുടെ പെയിൻ മാറി, അല്ലെങ്കിൽ നേരത്തെ വിശപ്പില്ലായ്മ ഉണ്ടായിരുന്നു, ഇപ്പം ആക്ച്വലി അവരുടെ വിശപ്പൊക്കെ ഓക്കെ ആയി. അപ്പോൾ തന്നെ പേഷ്യൻ്റ് കുറച്ചുകൂടെ പോസിറ്റീവ് ആവും. അതിൻ്റെ കൂടെ നമ്മുടെ ടീമിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ പ്രെയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതെല്ലാം പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ടുള്ള യാത്രയിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കുറേയൊക്കെ, അതായത് നമ്മുടെ ശരി ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒത്തിരി പ്രായമായ ആളുകൾക്ക് നമ്മൾ അവരുടെ കയ്യിലൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ചില ചെറിയ ചെറിയ ലംസ് പോലെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഇവർ കുറേ കാലമായിട്ടുള്ളതാണ് എന്ന് പറയും. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ ഒരാൾ ചെയ്തിരിക്കേണ്ട, അതായത് മനസ്സിൻ്റെ മേൽ ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകളുണ്ടോ? നമ്മൾ യൂഷ്വലി പറയാറുള്ള സ്ക്രീനിങ്ങിന് പറയാറുള്ള ഇതൊക്കെ തന്നെ ആണ് ഉള്ളത്. മാമോഗ്രാം, അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി, അല്ലെങ്കിൽ PSA ടെസ്റ്റ്, അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സെർവിക്കൽ ക്യാൻസറിൻ്റെ ടെസ്റ്റ്, അതൊക്കെ തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ നമുക്ക് പ്രായം കൂടുന്തോറും ക്യാൻസർ പോലുള്ള അസുഖം വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ എല്ലാ ക്യാൻസറും നമുക്ക് സ്ക്രീനിങ് കൂടെ മാത്രം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ, പിന്നെ പല അസുഖങ്ങളുള്ള ആൾക്കാർ, അപ്പോൾ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വയ്യായികൾ വരുന്നുണ്ട്. ഈ വയോജനങ്ങൾക്ക് വരുന്ന ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് ഒരു റീസൺ വേണമല്ലോ. അതൊരു സെപ്പറേറ്റ് ശാഖയായിട്ട് മാറണമെങ്കിൽ ഒരു റീസൺ വേണമല്ലോ. അതെന്താ? അത് പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കേരള ഈസ് ദ ഏജിങ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരുള്ള സ്ഥലം കേരളമാണ്. കാരണം നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. ഇപ്പം 77 വയസ്സൊക്കെയാണ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ആക്ച്വലി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. ദെൻ ക്യാൻസർ സാധാരണ കൂടുതലായിട്ടും വരുന്നത് പ്രായമുള്ള ആൾക്കാരില്ല. പ്രായമുള്ള ആൾക്കാരിലെല്ലാം ക്യാൻസർ വരുമെന്നല്ല പറയുന്നത്. പക്ഷേ ക്യാൻസർ ഒരു 70% ക്യാൻസറുകളും ഒരു 60 years കഴിഞ്ഞവരിലാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം പ്രായമുള്ള ആൾക്കാരിൽ ക്യാൻസറുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കെയറോ അല്ലെ അറ്റൻഷനോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, നമുക്ക് ആക്ച്വലി സാധാരണ ഒരു യങ്സ്റ്ററെ വെച്ച് നോക്കുമ്പം ഒരു പ്രായമുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് സാധാരണ ബുദ്ധിമുട്ടുകൾ. ഇപ്പം മഞ്ജു ഒന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ നോർമൽ ഹെൽത്തിലായിരിക്കില്ല, കുറച്ച് എന്തെങ്കിലും എന്തായാലും ബൈ ഡിഫോൾട്ട് അവരുടെ കുറച്ച് മെഡിസിൻസ് എന്തായാലും കാണും. പിന്നെ ഒരു യങ്സ്റ്ററിനുള്ള അത്ര ഹെൽത്ത് കാണില്ല. അതായത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും പല അസുഖങ്ങൾ കാണും. നമ്മൾ കോമോബിഡിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് പ്രഷർ, ഷുഗർ, ഹാർട്ടിന് അസുഖം, ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ നടുവിന് വേദന, അല്ലെങ്കിൽ ന്യൂറോപ്പതി. അപ്പം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ പല മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. കാരണം ചില ആൾക്കാർ പറയും, അതായത് ഒരു നേരത്തെ മെഡിസിൻ കഴിച്ചാൽ തന്നെ എന്ന് പറയും. അപ്പം അതിന് ഞങ്ങൾ പോളിഫാർമസി എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് മെഡിസിൻസ് ഉണ്ടാവും, പിന്നെ പല അസുഖങ്ങളുണ്ടാവും. പിന്നെ അവർക്ക് അത്ര സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകണമെന്നില്ല. കാരണം നോക്കാൻ ആൾക്കാരുണ്ടാകണമെന്നില്ല, മക്കളുണ്ടാകണമെന്നില്ല. പിന്നെ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല.
അവർ മക്കളെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചികിത്സയ്ക്ക്. പിന്നെ അത് മാത്രമല്ല അവരുടെ മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. അവർക്ക് ആക്റ്റീവായിട്ടെല്ലാം ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ ഇമോഷണൽ ഇഷ്യൂസ് വരാം, ഒരു ഇൻസെക്യൂരിറ്റി വരാം, അല്ലെങ്കിൽ ഓർമ്മക്കുറവ് വരാം, അല്ലെങ്കിൽ ഡിപ്രഷൻ കാണാൻ ചില ആൾക്കാരിൽ. പിന്നെ ആക്ച്വലി യൂറിൻ്റെ ഇഷ്യൂസ് വരാം, കാരണം പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമുള്ള ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ ഇഷ്യൂസ്. അപ്പം സോ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഇവർക്കുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ക്യാൻസറും കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ നമുക്കൊരു സാധാരണ പോലെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടായിരിക്കും അവർക്ക് ചികിത്സ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പ്രായമുള്ള ഒരാൾ, ഈ പറഞ്ഞ പോലെ ഒരു വയോജന ക്യാൻസർ അല്ല ഓങ്കോളജിയിൽ പെടുന്ന ഒരു 65 അബോവ് ഒരാൾ ക്യാൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പ്രായം മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ചികിത്സ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളതിനെ ക്രോണോളജിക്കൽ ഏജ് എന്ന്. ഇപ്പോൾ ഒരാൾക്കൊരു 80 വയസ്സുണ്ട്. അപ്പോൾ ആ 80 വയസ്സുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് പ്രായമായി ചികിത്സ വേണ്ടാന്ന് തീരുമാനിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മളതിനെ അസസ് ചെയ്യണം. ആളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, നമ്മളതിന് ബയോളജിക്കൽ ഏജ് എന്നാ പറയാം. അയാളുടെ ആക്ച്വൽ ഒരു ഈ പറഞ്ഞ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നോക്കാറുണ്ട്. ഒന്ന്, ആളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയുണ്ട്, ഇപ്പം നമ്മുടെ മെമ്മറി ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ആളുടെ മസിൽ സ്ട്രെങ്ത് ആക്ച്വലി എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി ഞങ്ങൾ അസസ് ചെയ്തിട്ടാണ് ആളുടെ ഒരു ബയോളജിക്കൽ ഏജ് കണ്ടുപിടിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയുക. അതായത് 2-3 മാസം മുമ്പ് ഞങ്ങളുടെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ഉണ്ട്. 88 വയസ്സുണ്ട് ആൾക്ക്. ഹീസ് എ ഫാർമർ. ഇപ്പോഴും നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരാൾ. പക്ഷേ 88 വയസ്സുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അസസ്മെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാത്തിനകത്തും പുള്ളിക്ക് 10-ൽ 10 മാർക്കാണ്. പുള്ളിയുടെ സ്ട്രെങ്ത്, പുള്ളിക്ക് വേറെ അസുഖങ്ങളില്ല, പിന്നെ ഓർമ്മശക്തി, ആക്ടിവിറ്റി, എല്ലാത്തിനകത്തും 10-ൽ 10 മാർക്കാണ്. അപ്പം ആ ആളുടെ ബയോളജിക്കൽ ഏജ് നോക്കിക്കഴിഞ്ഞാൽ 63 ഉള്ളൂ. അപ്പോൾ ആ ആൾക്ക് 88 വയസ്സുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ചികിത്സ ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. കാരണം ആ ആൾക്ക് അല്ലെങ്കിൽ വേറെ പ്രശ്നം, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു 10 വർഷം എന്താണെങ്കിലും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പം ഒരു ട്രീറ്റബിൾ ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി. പറഞ്ഞില്ല, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള പ്രായവും ബയോളജിക്കൽ ഏജും. അതിൽ ഈ ഇപ്പൊ സർട്ടിഫിക്കറ്റിൽ നേരത്തെ പറഞ്ഞില്ലേ ഒരു 10 കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ പോയിന്റുകളും 10 മാർക്കായിരുന്നു പുള്ളിക്ക്. ഈ പോയിന്റുകൾ എന്തൊക്കെയാ, നിങ്ങൾ നോക്കുന്ന ക്രൈറ്റീരിയകൾ എന്തൊക്കെയാ ഒരാൾക്ക് ബയോളജിക്കലി പ്രായമായോ എന്ന് അറിയാനായിട്ട്? യൂഷ്വലി പറയുന്ന ഒന്ന് ആക്ടിവിറ്റി, പിന്നെ മസിൽ സ്ട്രെങ്ത് നോക്കും. പിന്നെ ആക്ടിവിറ്റി അയാൾ തന്നെ കാര്യങ്ങൾ അയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചോദിക്കും. അയാൾ കടയിൽ പോയി സാധനം മേടിക്കുമോ, അല്ലെങ്കിൽ തന്നെ ബസ്സിൽ കയറി എവിടെയെങ്കിലും പോവോ, പിന്നെ പൈസ കൊടുത്തിട്ട് ബാക്കി ബാലൻസ് കൃത്യമായിട്ട്, കാരണം ബാങ്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് യൂഷ്വലി പറയുന്നത്. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ, എത്ര സ്റ്റെപ്പ് കയറും, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് എന്നാ പറയുക, എത്ര ഫ്ലൈറ്റ് കയറും. ദെൻ ഇതൊക്കെയാണ് ആക്ടിവിറ്റി നമ്മൾ നോക്കുക. മെമ്മറി നോക്കും. നമ്മൾ ഒരു 10 കാര്യങ്ങൾ ആക്ച്വലി പറയും, എന്നിട്ട് അത് ഓർത്തും നമ്മളോട് തന്നെ പറയാൻ പറയും. എല്ലുകളുടെ ബലമല്ല, ഇപ്പോൾ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ റൂമിൻ്റെ അപ്പുറത്ത് വരെ പോയിട്ട് ഇങ്ങോട്ട് വീണ്ടും നടക്കാൻ പറയും. എത്ര ടൈം എടുക്കും നമ്മൾ നോക്കും. കാരണം ഈ കസേരയിൽ നിന്ന് എണീക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മസിലിന് സ്ട്രെങ്ത് വേണം. അപ്പം ആ സ്ട്രെങ്ത് അസസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഇത് ചോദിക്കുന്നത് നമ്മുടെ ഹാൻഡ് ഗ്രിപ്പിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഉള്ളൊരു ഇതുണ്ട്. അപ്പം ഇതൊക്കെയാണ് മസിൽ സ്ട്രെങ്ത് നോക്കുന്നത്. പിന്നെ ഹിയറിങ് നോക്കും. പിന്നെ പേഷ്യൻ്റ് വിഷൻ നോക്കും. പിന്നെ ഞാൻ നേരത്തെ ഡിപ്രഷൻ ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്. പിന്നെ പേഷ്യൻ്റ് വേറെ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ നോക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പേഷ്യൻ്റെ ഏജ് കണ്ടുപിടിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ യൂഷ്വലി നമ്മൾ സാധാരണ ഒരാളുടെ ഹെൽത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് നോക്കുക, നമ്മൾ പേഷ്യൻ്റ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കും, അതൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കും. അപ്പോൾ ഹെൽത്തി ആണെന്ന് നമുക്ക് ഇൻ ജനറൽ പറയാം. അപ്പം ഞങ്ങൾ അതിനെ ഐ ബോളിംഗ് എന്നാണ് പറയാ, അതായത് പുറമേ നോക്കുന്നതാണത്. പക്ഷേ ഇതേ പേഷ്യൻ്റ് മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകാം. അത് പക്ഷേ നമ്മുടെ സാധാരണ ടെസ്റ്റുകളിലൊന്നും കിട്ടൂല. ആ പേഷ്യൻ്റ് മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പം അത് നമ്മുടെ ഈ ഒരു അസസ്മെന്റിലേ കിട്ടുള്ളൂ. പിന്നെ ഈ പേഷ്യന്റിന് ഫോൾസിന്റെ ഹിസ്റ്ററി ഉണ്ടാകാം. പേഷ്യന്റ് വീഴാം ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ. അത് പല കാര്യങ്ങൾക്കും ഉണ്ടാകാം. ഒന്നെങ്കിൽ ന്യൂറോപ്പതി ഉണ്ടാകാം,
അതല്ലെങ്കിൽ വിഷൻ്റെ പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ ബാലൻസിന് ഇതൊന്നും സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൂടിയോ ഹെൽത്ത് ചെക്കപ്പിലോ കിട്ടത്തില്ല. അതിന് ഈ ഒരു അസസ്മെന്റ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതൊന്നും ഒരു യങ്ങായിട്ടുള്ള ആൾക്ക് ആവശ്യമില്ല, കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കാണ്. അതാണ് ഈ അസസ്മെന്റിന്റെ ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് അസസ്മെന്റ്. ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഹെൽത്തിനെ അസസ് ചെയ്യുന്നതാണ്. അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞില്ലേ 80 വയസ്സായിട്ടുള്ള ഒരാൾ വന്നിട്ട് അയാളുടെ ബയോളജിക്കൽ ഏജ് 63 ആയിരുന്നു എന്ന്. ഇതേപോലെ അതായത് ഒരു 40 വയസ്സായിട്ടുള്ള ആൾ വന്നിട്ട് അയാളുടെ പ്രായം ഒരു 60 വയസ്സ് അങ്ങനെ വരാറുണ്ട്. ഓ 40 വയസ്സെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആക്ച്വലി കുറച്ചൊരു ഒരു 60 വയസ്സുള്ള ഒരു പേഷ്യൻറ്റിനെ നോക്കാം. ഒരു 60 വയസ്സുള്ള രോഗി നമ്മൾ യൂഷ്വലി ഹെൽത്തി ആയിട്ടായിരിക്കും കരുതുന്നത്. പക്ഷെ നമ്മൾ ആ പേഷ്യൻ്റെ കാരണം അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 72 ആയ പേഷ്യൻസ് ഉണ്ട്. കാരണം അവർക്ക് ഹിയറിംഗ് കുറവാണ്, പിന്നെ മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകാം, ഞാൻ പറഞ്ഞ പോലെ കിഡ്നി ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പം ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു മെഷീൻ സ്കെയിലാണ് ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് പറയും 20 വയസ്സേ ഉള്ളൂ, പക്ഷെ 40 വയസ്സിന്റെ ആരോഗ്യമാണ്. കാരണം ഇപ്പൊ സാർ ഇപ്പൊ ഈ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, കാരണം ഒരു 25 വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇരുന്നിട്ട് എഴുന്നേക്കുന്നൊക്കെ ഭയങ്കര പാടുപെട്ടിട്ടാ. ഇതെന്താ 19 വയസ്സ് എന്ന ആളുകൾ ചോദിക്കുമല്ലോ. യങ്സ്റ്റേഴ്സിന് ഈ പ്രശ്നം തോന്നിയിട്ടുണ്ടോ? അതായത് ബയോളജിക്കൽ ഏജ് അവരുടെ ഭയങ്കര കൂടിയായിരിക്കുന്നതെന്ന്. ഹാവ് യു എവർ ഫെൽറ്റ്? ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഇതേപോലെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകാറില്ല. നമുക്കങ്ങനെ തോന്നാറുണ്ട്, ആക്ച്വലി ഇയാൾ അത്ര ഫിറ്റ് അല്ലല്ലോ തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അസസ്മെന്റ് അവർക്ക് മിക്കപ്പോഴും വേണ്ടി വരാറില്ല. ഓക്കെ, ഇനി 40 കഴിഞ്ഞാൽ നമുക്കൊരാൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ. 40 കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും നമ്മൾ ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾ മാമോഗ്രാം ചെയ്യണം. അത് വർഷത്തിൽ ഒന്നെങ്കിലും അത് ചെയ്യണം. പിന്നെ പാപ്സ്മിയർ ടെസ്റ്റ് സെർവിക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ആണ്. പിന്നെ കൊളോണോസ്കോപ്പി ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത് കൊളോണോസ്കോപ്പി. പിന്നെ PSA ടെസ്റ്റ്, അതൊരു ബ്ലഡ് ടെസ്റ്റാണ്. അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ഒരു ഇതാണ്. പിന്നെ സ്ഥിരമായിട്ട് അമിതമായിട്ട് പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ CT സ്കാൻ, ലോഡോസ് CT എന്ന് പറയും, അതും കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. ഇതാണ് നമ്മൾ യൂഷ്വലി സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നമ്മൾ പറയുക. ബാക്കിയുള്ളവർ ലക്ഷണം ഉണ്ടെങ്കിൽ അടുത്തുള്ള ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത് ഇൻ ജനറൽ കേട്ടിട്ടുള്ളതാണ് കേട്ടോ, പല സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ കിട്ടി. ഓങ്കോളജി ഈസ് ദി സ്കെയറസ്റ്റ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയാറുണ്ട്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഇപ്പോഴും പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. കാരണം ക്യാൻസർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. പിന്നെ എൻ്റെ ചികിത്സ കുറച്ച് ടഫാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെയേ ശരിയാവുന്നുള്ളൂ. ഒന്ന്, നമുക്ക് ശരിക്കും ആദ്യത്തെ സ്റ്റേജ് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇപ്പോഴും ക്യാൻസർ. നമുക്ക് ചികിത്സയില്ലാത്ത മാറ്റാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളുണ്ട് വേറെ. പക്ഷേ ഇപ്പോഴും ആദ്യത്തെ സ്റ്റേജ് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. പിന്നെ ഇൻ കേസ് മാറ്റാൻ പറ്റാത്ത ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ലക്ഷണങ്ങൾ കുറച്ച് നമുക്ക് നോർമലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എപ്പോഴും ആൾക്കാരുടെ പേടി സൈഡ് എഫക്ട്സ് എന്നുള്ളതാണ്. അപ്പം അതും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ, കാരണം മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കീമോതെറാപ്പി പോലുള്ള ചികിത്സയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ. അപ്പം എക്സ്പേർട്ടായിട്ടുള്ള ആക്ച്വലി ഒരാൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും അത് പറ്റണം എന്നല്ല, പക്ഷേ അവരതിനകത്ത് ട്രെയിൻഡാണ്. അപ്പം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സിനെ മാക്സിമം കുറച്ച്, കാരണം കൂടുതൽ എഫക്റ്റീവ് ആകുക, അസുഖം മാറി അല്ലെങ്കിൽ അസുഖം കൺട്രോളായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ, കാരണം സിനിമകളിലൊക്കെ ഏറ്റവും ട്രാജഡി കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ലുക്കീമിയാണ് അല്ലേ? കാരണം രക്തം ഛർദ്ദിച്ച് മരിക്കുന്നതും അല്ലെങ്കിൽ ലുക്കീമിയ ഈ പറഞ്ഞത് ശരി തന്നെയാണ്. ഏറ്റവും കട്ടി കൂടിയ ക്യാൻസർ തന്നെയാണ് ലുക്കീമിയ. പക്ഷേ ഇറ്റ് ഈസ് യൂഷ്വലി 90% ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് കുട്ടികളിൽ ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ. കുട്ടികളിൽ ALL എന്ന് പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യൂറബിൾ ഇൻ 80 to 90% ഓഫ് ദി പേഷ്യൻസ്. അപ്പം അതിൻ്റെ ഒരു നല്ല വശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം എക്സ്പേർട്ടായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അതിനുള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതിനുള്ള മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പം അത്രയും
സ്കെയറി ആകേണ്ട കാര്യമില്ല. അത്ര സ്കാരിയസ്റ്റ് അല്ല. ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇതിന്റെ സൈഡ് ഇഫക്റ്റുകൾ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഓങ്കോളജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ പേടിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. അതായത് യു ആർ അണ്ടർ ട്രീറ്റ്മെന്റ് എന്നൊരു ഓങ്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുള്ള ഒരു പേഷ്യന്റിന് നമുക്ക് കാണുമ്പോൾ അറിയാം ഹി ഓർ ഷീസ് അണ്ടർ ട്രീറ്റ്മെന്റ് എന്നുള്ള. ആ ലുക്സിലൊക്കെ വ്യത്യാസം വരും, മുടി പോകും, അവർക്ക് അവരെ കാണാൻ തന്നെ ആളാകെ മാറിപ്പോവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് മുടി പോകാതെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റീസേർച്ചസ് എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാ? ലോകത്തെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഓങ്കോളജിയിലാണ്. ക്യാൻസർ റിസർച്ചാണ് ഏറ്റവും റോബസ്റ്റ് ആയിട്ട് ഇന്ന് നടക്കുന്നത്. നമ്മൾ ക്യാൻസർ വാക്സിനെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ഒരു വാക്സിൻ എടുത്താൽ എല്ലാ ക്യാൻസറിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ വളരെ ഇനീഷ്യൽ സ്റ്റേജേ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. കീമോ എന്നൊക്കെ നമ്മൾ യൂഷ്വലി ഇൻ ജനറൽ പറയുന്നതാണ്. കീമോതെറാപ്പി തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് മുടി പോകുന്നതായിട്ടുള്ള കീമോ ഉണ്ട്, മുടി പോകാത്ത കീമോ ഉണ്ട്. അതൊക്കെ ഓരോ അസുഖത്തിൽ അവരുടെ സ്റ്റേജും രീതിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ കീമോ കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സകളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും. അതൊരു പ്രോട്ടീൻ്റെ ഇഞ്ചക്ഷനാണ്. അത് ദെൻ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ താരതമ്യേന സൈഡ് എഫക്റ്റ് ഇല്ലാതെ പേഷ്യൻറ്റിന് നോർമലായിട്ട് കാരണം അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ്. നമുക്ക് 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ ഓങ്കോളജിയിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഒന്ന് ക്യൂറബിൾ ക്യാൻസേഴ്സ്, കാരണം എയർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫുള്ളി ക്യൂറബിൾ ആകാൻ ഉള്ള ചികിത്സ ഇന്നുണ്ട്. 2, സ്റ്റേജ് 4 ആണെങ്കിൽ പോലും അതിനൊരു ക്രോണിക് ഡിസീസാക്കി മാറ്റുക, അല്ലെങ്കിൽ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റിലൂടെ ആ അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് പേഷ്യൻറ്റിന് നോർമലായിട്ട്, അതേ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പോലെ തന്നെ ഒരു ക്രോണിക് ഡിസീസാക്കി മുന്നോട്ട് കൊണ്ടുപോകുക സ്റ്റേജ് 4 ആണെങ്കിൽ പോലും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഓങ്കോളജി അപ്രോച്ച് ചെയ്യുന്നത്.